Welcome back to the classes of highway engineering. അതിലെ റോഡ് കൺസ്ട്രക്ഷനിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമെൻറ്റ് കോൺക്രീറ്റ് റോഡിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സോഫാർ എർത്ത് റോഡ്, ഗ്രാവൽ റോഡ്, WBM റോഡ്, ബിറ്റുമിനസ് റോഡിൻ്റെ പല ടൈപ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സിമെൻറ്റ് കോൺക്രീറ്റ് റോഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ് നമുക്ക് ഫെമിലിയർ ആണ്, നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ഒരു സിമെൻറ്റ് കോൺക്രീറ്റ് റോഡാണ്. പക്ഷേ ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് സുപ്പീരിയർ ക്വാളിറ്റി സിമെൻറ്റ് കോൺക്രീറ്റ് റോഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ ചിലപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഉണ്ടാവും, നല്ല ക്വാളിറ്റി എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ജോയിൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന നല്ല തരത്തിലുള്ള സിമെൻറ്റ് കോൺക്രീറ്റ് റോഡിൻ്റെ എക്സാക്ട് ഡിസൈനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പേയ്മെൻറ്റുകളെ, പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റോഡ് തന്നെയാണ്, പേയ്മെൻറ്റുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, അത് വൺ ഈസ് റിജിഡ് പേയ്മെൻറ്റ്. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ബിറ്റുമിനസ് റോഡാണ്, അല്ലെങ്കിൽ ടാറിട്ട റോഡ് എന്ന് പറയുന്ന ആ റോഡാണ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ബിക്കോസ് അതിൻ്റെ മുകളിലൂടെ വാഹനം പോകുന്ന സമയത്ത് ആ റോഡിൽ ഒരു ഇൻറ്റീരിയർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഒരു എന്താ പറയുക, അടുത്ത ഗ്രെയിൻസിൻ്റെ ഇടയിൽ ഒരു ഇന്നർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലോഡ് വരുന്ന സമയത്ത് അത് ലേശം താഴുന്നുണ്ട്. ലോഡ് പോയതിന് ശേഷം വണ്ടിയുടെ ടയർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ തൊട്ട് മുന്നിൽ ഭാഗത്ത് വരുന്ന സർഫേസ് താഴുന്നുണ്ട്. അപ്പോൾ അവിടെ ഗ്രെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മൂവ്മെൻ്റ് എല്ലാം സംഭവിക്കുന്നുണ്ട്. ബിക്കോസ് അതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതൊരു റിജിഡ് സ്ട്രക്ചർ അല്ല. അതിനകത്ത് മെറ്റീരിയലിൽ സ്ലൈറ്റ് മൂവ്മെൻ്റ് എല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ലോഡിനെ ഈ ചെറിയ ഇന്നർ അഡ്ജസ്റ്റ്മെൻറ്റ് വഴി അത് തരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് റിജിഡ് പേയ്മെൻറ്റ്? റിജിഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോൺക്രീറ്റ് റോഡുകളാണ്. കോൺക്രീറ്റ് റോഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഇത് സ്ലാബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു സ്ട്രോങ് റിജിഡ് സർഫേസ് ആണ്. അതിനകത്ത് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, മെറ്റീരിയൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഗ്രെയിൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നതോടുകൂടി അത് ബ്രേക്ക് ആവുകയാണ് ചെയ്യുക, അതിന് ഫ്രാക്ചർ സംഭവിക്കും. അപ്പോൾ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൽ ഉള്ളിൽ ഗ്രെയിൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. റിജിഡ് പേയ്മെൻറ്റിനകത്ത് അങ്ങനെ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഇറ്റ് വിൽ ആക്ട് ആസ് എ സ്ലാബ് ഓർ ഒരു ഫിക്സ്ഡ് റിജിഡ് ബോഡി ആയിട്ടാണ് റിജിഡ് പേയ്മെൻറ്റ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് നമ്മുടെ നോർമലി ബ്ലാക്ക് ടോപ്പ്ഡ് റോഡുകളാണ്, സാധാരണ ബിറ്റുമിനസ് റോഡുകളാണ്. റിജിഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡുകളാണ് എന്ന് ഓർത്തിരിക്കുക. എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കമ്പയർ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ആൻഡ് റിജിഡ് പേയ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് അണ്ടർഗോസ് എലാസ്റ്റിക് ഡിഫോർമേഷൻ ആൻഡ് അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു ഇറ്റ്സ് നോർമൽ ലോഡിംഗ്. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിനകത്ത് എലാസ്റ്റിക് ഡിഫോർമേഷൻസ് നടക്കുകയും അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ലോഡിനനുസരിച്ചിട്ടുള്ള ഇന്നർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതിനകത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം കേസ് ഇറ്റ് ആക്ട്സ് ആസ് എ ബീം. റിജിഡ് പേയ്മെൻറ്റ് ഒരു ബീമോ അല്ലെങ്കിൽ ഒരു സ്ലാബോ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് റെസിസ്റ്റ് ഡിഫോർമേഷൻ, യാതൊരു ഡിഫോർമേഷനെയും അത് അനുവദിക്കൂല. ആൻഡ് അതിനൊരു ഡിഫോർമേഷൻ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ തന്നെ അത് എലാസ്റ്റിക് ലിമിറ്റിന് അല്ലെങ്കിൽ അത് ബ്രേക്ക് ആവും. ആൻഡ് നോർമൽ ലോഡിംഗ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് റെസിസ്റ്റ് ഡിഫോർമേഷൻ സിമിലർ ടു എ ബീം ഓർ സ്ലാബ്. ഒരു സ്ലാബോ ബീമോ പോലെ അതിൽ വരുന്ന ഡിഫോർമേഷൻ അത് റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിലെ രണ്ടാമത്തെ പോയിന്റ്, അണ്ടർ ഹെവി ലോഡ്സ് ഇറ്റ് ഈൽഡ്സ് ആൻഡ് ഫോംസ് ലോക്കൽ കംപ്രഷൻ. വളരെ മാസീവ് ആയിട്ടുള്ളൊരു ലോഡ് നമ്മുടെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി ഉണ്ടാവും, അതൊരു ലോക്കൽ ഡിപ്രഷൻ ആയിട്ട് മാറും. ഓക്കെ, അണ്ടർ ഹെവി ലോഡ്സ് ഇതിലൊരു കുഴിയൊന്നും ആവില്ല ഉണ്ടാവുക. ഇറ്റ് റപ്ചേഴ്സ് ഫ്രോമിങ് ക്രാക്സ്, പൊട്ടൽ വന്ന് ക്രാക്ക് വരികയാണ് റിജിഡ് പേയ്മെൻറ്റിൻ്റെ കേസിൽ സംഭവിക്കുക. അവിടെ ഒരു കുഴി ഉണ്ടാവുന്ന ഒരു കേസൊന്നും വരുന്നില്ല. ആൻഡ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ കേസിൽ ടെമ്പറേച്ചർ സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. പക്ഷേ റിജിഡ് പേയ്മെൻറ്റിൻ്റെ കേസിൽ ടെമ്പറേച്ചർ സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില ജോയിൻറ്റുകളെല്ലാം അതിന് കൊടുക്കേണ്ടി വരും, എക്സ്പാൻഷനും കോൺട്രാക്ഷനും വേണ്ടിയിട്ട്. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ആഫ്റ്റർ കംപ്രഷൻ ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഒറിജിനലായിട്ട് റീഗെയിൻ ചെയ്യാൻ പറ്റും. റിജിഡ് പേയ്മെൻറ്റിൻ്റെ കേസിൽ ഡിഫോർമേഷൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പെർമനൻ്റ് ആയിരിക്കും, പിന്നെ അതിനൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. സിമെൻറ്റ് കോൺക്രീറ്റ് റോഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഡസ്റ്റ് ഫ്രീ ആണ്, അല്ലേ? അവിടെ പൊടി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പ്രൊവൈഡ്സ് ഗുഡ് റൈഡിംഗ് സർഫേസ്. മിനിമം വിയർ ആൻഡ് ടിയർ ഫോർ ദ ടയേഴ്സ്. ടയറിന് മിനിമം വിയർ ആൻഡ് ടിയർ ആയിരിക്കും. ലെസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അതൊരു മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിട്ടും പറയാൻ പറ്റും, മോശമായിട്ടും പറയാൻ പറ്റും. പിന്നെ ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ്, നോട്ട് സ്ലിപ്പറി, ലോങ്ങർ ലൈഫ്, വിത്ത്സ്റ്റാൻഡ് ഹെവി സ്ട്രെസ്സസ്. ഇതൊക്കെ കോൺക്രീറ്റ് റോഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്.
And what are all the disadvantages of a concrete road? The cost is very high during the construction. It requires skilled people for its construction. More time consumption for the construction and curing. അത് എന്തുകൊണ്ടാണ്? കോൺക്രീറ്റിന് ഒരു സെറ്റിംഗ് ടൈം ഉണ്ട്, ഒരു ഹാർഡനിങ് ടൈം ഉണ്ട്, ഒരു ക്യൂറിങ് ടൈം ഉണ്ട്. ആ ക്യൂറിങ് ടൈം ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത് ആളുകൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് അങ്ങനെയല്ല. കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ ഒരു മിനിമം ക്യൂറിങ് പീരീഡ് ഉണ്ട്. ആ ക്യൂറിങ് പീരീഡ് കഴിഞ്ഞാൽ നേരെ വാഹനം പിന്നെ നമുക്ക് അതിൻ്റെ മേലെ കൂടെ കയറ്റി ഓടിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മളെ വാഹനം ബ്ലോക്ക് ആക്കിയിട്ട് പോലും നമുക്ക് ബിറ്റുമിനസ് സർഫേസിങ് കൊടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ പിന്നെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് നിർമ്മിക്കാൻ പറ്റും. പക്ഷേ കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കണമെങ്കിൽ എൻറ്റയർ ട്രാഫിക്കിനെ ഒരു 10-20 ദിവസത്തിന് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരിക്കലും അതിലൂടെ ട്രാഫിക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് കടത്തിവിടാനൊന്നും പറ്റില്ല. കോസസ് ഗ്ലെയർ ഫ്രം സൺലൈറ്റ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബ്ലാക്ക് ടോപ്പ്ഡ് സർഫേസിൽ ഒരു ഗ്ലെയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. പക്ഷേ കോൺക്രീറ്റ് റോഡുകളിൽ ഒരു ഗ്ലെയർ ഉണ്ടാവും. അത് വിസിബിലിറ്റി കുറക്കുകയാണ് ചെയ്യുക. റിക്വയർസ് ജോയിൻസ് ബിക്കോസ് തെർമൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ സംഭവിക്കുമ്പം സിമെൻറ്റ് കോൺക്രീറ്റ് ഒരു സ്ലാബ് പോലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ജോയിൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ ലേയിങ് പൈപ്സ് ആൻഡ് കേബിൾസ് എക്സെട്ര ആർ ഡിഫിക്കൽട്ട് അണ്ടർ ആഫ്റ്റർ കൺസ്ട്രക്ഷൻ നടന്നതിന് ശേഷം കോൺക്രീറ്റ് റോഡ് കുത്തിപ്പൊളിച്ചിട്ട് പൈപ്പ് ഇടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ മാത്രം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടില്ല. കനോട്ട് റിപ്പയർ ലോക്കൽ ഡാമേജസ് റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ കേസിൽ ചെറിയ പോട്ട് ഹോൾ വന്നു കഴിഞ്ഞാൽ ആ പോട്ട് ഹോളിൻ്റെ അവിടെ മാന്തി വൃത്തിയാക്കി കുറച്ചും കൂടെ വലിയൊരു കുഴിയാക്കിയിട്ട് അവിടുന്ന് പാക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് പാച്ച് വർക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷേ കോൺക്രീറ്റിൻ്റെ ഒരു സ്ലാബിന് പൊട്ടൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പൊട്ടൽ നികത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ആ ഹോൾ അടച്ചു വെക്കാന്നല്ലാതെ, പക്ഷേ അതിൻ്റെ സ്ലാബ് ആക്ഷൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡാമേജസ് സംഭവിച്ചു കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡ് ആ ഏരിയ മാത്രമായിട്ട് ഡാമേജ് ക്ലിയർ ആക്കാൻ സാധിക്കില്ല. സിമെൻറ്റ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് ആൾട്ടർനേറ്റ് ബേ മെത്തേഡ് എന്ന് പറയും, രണ്ടാമത്തത് കണ്ടിന്യൂസ് ബേ മെത്തേഡ് എന്ന് പറയും. ആൾട്ടർനേറ്റ് ബേ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ ഒരു റോഡാണ്. അപ്പോൾ ഇവിടെ ഒരു എ എന്ന് പറഞ്ഞ കഷ്ണം ഉണ്ട്. എ എന്ന് പറഞ്ഞ കഷ്ണം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇവിടുത്തെ ബി ആണ് കാസ്റ്റ് ചെയ്യുക, ഇവിടെ സി, ഇവിടെ ഡി. എന്നിട്ട് അപ്പോൾ ഇവിടെ ഈ വൈറ്റിൽ കിടക്കുന്നതെല്ലാം ലീവ് ചെയ്യും. എന്നിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ പാർട്ട് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് കൺസ്ട്രക്ട് ചെയ്യുക. So in this method, the constructing a bay or slab in alternative succession, leaving the intermediate bay to follow up after a gap of 1 week or so. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് സൈഡിൽ സ്ലാബുകൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് പോകും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആ ലീവ് ചെയ്ത പോർഷൻ നമ്മൾ വന്ന് കൺസ്ട്രക്ട് ചെയ്യുക. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് ആൾട്ടർനേറ്റ് ബേ മെത്തേഡ് എന്ന് പറയുക. അത്യാവശ്യം വീതിയേറിയ വിശാലമായ റോഡ് നമ്മൾ ഈ ആൾട്ടർനേറ്റ് ബേ മെത്തേഡിലാണ് കൺസ്ട്രക്ട് ചെയ്യുക. ആൻഡ് കണ്ടിന്യൂസ് ബേ മെത്തേഡ്, ദ സ്ലാബ്സ് ആർ ലേഡ് ഇൻ സീക്വൻസ്. നേരെ തന്നെ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിയിട്ടൊന്നുമല്ല ഇവിടെ ചെയ്യുക. കണ്ടിന്യൂസ് ബേ മെത്തേഡിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ലേ ചെയ്യും. ഓക്കെ, ദ കൺസ്ട്രക്ഷൻ ജോയിൻസ് ആർ പ്രൊവൈഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേയ്സ് ജോബ്. ഓരോ ദിവസവും ആ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ആ കൺസ്ട്രക്ഷൻ പിന്നെ ജോയിൻറ്റ് കൊടുക്കേണ്ടത്. അതായത് എവിടെയാണോ ജോലി അവസാനിപ്പിക്കുന്നത് അവിടെ ഒരു ജോയിൻറ്റ് ഉണ്ടാവും. പിറ്റേന്ന് ആ ജോയിൻറ്റിന് ശേഷമായിരിക്കും വർക്ക് തുടങ്ങുക. ഇവിടെ ആൾട്ടർനേറ്റ് ബേ മെത്തേഡിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കഷ്ണം ആണ് അവിടെ വർക്ക് ചെയ്യുക. ഇപ്പുറത്തൊരു കഷ്ണം, അപ്പുറത്തൊരു കഷ്ണം, ഇപ്പുറത്തൊരു കഷ്ണം. അപ്പോൾ അവിടെ നമ്മൾ എവിടെയാണ് ഫിക്സ് ചെയ്തത് ആ ജോയിൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് റോഡ് ഇട്ട് പോകുമ്പോൾ എവിടെയാണ് റോഡ് പണി അന്ന് ഒരു ദിവസം അവസാനിപ്പിക്കേണ്ടി വരുന്നത് അവിടെ ഒരു ജോയിൻറ്റ് വരും, ഒരു അഡീഷണൽ ജോയിൻറ്റ് വരും. പരമാവധി ഈ ജോയിൻറ്റ് നമ്മൾ ഉദ്ദേശിച്ച ജോയിൻറ്റിൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയി നിർത്താനാണ് ശ്രമിക്കുക. ആൻഡ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ ദ അതർ ഹാഫ് ക്യാൻ ബി ഓപ്പൺ ഫോർ ട്രാഫിക്. കണ്ടിന്യൂസ് ബേ മെത്തേഡിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആൾട്ടർനേറ്റ് ബേ മെത്തേഡിൽ അപ്പുറം ഇപ്പുറം ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്രാഫിക്കിനെ നമുക്ക് വിടാൻ പറ്റില്ല. പക്ഷേ കണ്ടിന്യൂസ് മെത്തേഡിൽ ഒരു ഹാഫ് ലൈൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മറ്റേ ഹാഫ് ലൈനിൽ ട്രാഫിക്കിനെ ഓപ്പൺ ആക്കി കൊടുക്കാൻ സാധിക്കും. ഇനി സിമെൻറ്റ് കോൺക്രീറ്റ് റോഡിൽ പലതരത്തിലുള്ള ജോയിൻറ്റുകളുണ്ട്. ട്രാൻസ്വേഴ്സ് ജോയിൻറ്റുകളുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻറ്റുകളുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിലുള്ള ജോയിൻറ്റുകളും ട്രാൻസ്വേഴ്സ് ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുകെയുള്ള ജോയിൻറ്റുകളുമാണ്. റോഡിന് കുറുകെ കൊടുക്കുന്ന ജോയിൻറ്റുകളെയാണ് ട്രാൻസ്വേഴ്സ് എന്ന് പറയാം. അപ്പോൾ ആ കുറുകെ കൊടുക്കുന്ന ജോയിൻറ്റ് എക്സ്പാൻഷൻ ജോയിൻറ്റുകളുണ്ട്. എക്സ്പാൻഷൻ ജോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എക്സ്പാൻഷൻ സംഭവിക്കും. ആ എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്ത് എക്സ്പാൻഡ് ആവാനുള്ള ഒരു സ്പേസ് ഇല്ല എങ്കിൽ റോഡിൽ ക്രാക്ക് വരും, റോഡ് സ്ട്രെസ്ഡ് ആവും. അതല്ലെങ്കിൽ പിന്നെ കോൺട്രാക്ഷൻ ജോയിൻസ് ഉണ്ട്. വെൻ ദ ടെമ്പറേച്ചർ ലോവർ ചെയ്യുന്ന സമയത്ത് വോളിയം ഓഫ് ദ സ്ലാബ് കുറയും, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു കോൺട്രാക്ഷൻ സംഭവിക്കും. അപ്പോഴും ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോൺട്രാക്ഷൻ ജോയിൻസ് ഉണ്ടെങ്കിൽ ആ ക്രാക്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വാർപ്പിംഗ് ജോയിൻ്റ് ഉണ്ട്. വാർപ്പിംഗ് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോഡ് സർഫേസിൻ്റെ
താഴ്ഭാഗവും മേൽഭാഗവും രണ്ടും വെവ്വേറെ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നന്നായിട്ട് വെയിലടിച്ചു, താഴെ ഭയങ്കര തണുപ്പാണെന്നുണ്ടെങ്കിൽ തണുപ്പുള്ള ഭാഗം കോൺട്രാക്ട് ചെയ്യുകയും ചൂടുള്ള ഭാഗം എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് വാർപ്പിംഗ് ഔട്ട് ആവും. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ്, മേൽഭാഗം തണുപ്പും താഴ്ഭാഗം ചൂടും എന്നുണ്ടെങ്കിൽ താഴെ എക്സ്പാൻഡ് ചെയ്യും, മേലെ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ വാർപ്പിംഗ് ഡൗൺ ആവും. അങ്ങനെ വാർപ്പിംഗ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫേസ് ടെമ്പറേച്ചറിലെ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന വളവുകളാണ്. അപ്പോൾ ആ വളവുകൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ജോയിന്റ് ആണ് വാർപ്പിംഗ് ജോയിന്റ്. പിന്നെ കൺസ്ട്രക്ഷൻ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, നീളത്തിൽ റോഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു 4 മണിക്ക് പണി തീർത്തു കഴിഞ്ഞാൽ ആ 4 മണിക്ക് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒരു ജോയിന്റ് ഇട്ടിട്ടാണ് അവസാനിക്കുക. അതിനെയാണ് കൺസ്ട്രക്ഷൻ ജോയിന്റ്സ് എന്ന് പറയുക. കൺസ്ട്രക്ഷൻ ജോയിന്റ്സ് പരമാവധി നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ്സിന്റെയോ കോൺട്രാക്ഷൻ ജോയിന്റ്സിന്റെയോ അവിടെ കൊണ്ടുപോയിട്ട് നിർത്താനാണ് ശ്രമിക്കുക. ഇനി അല്ലാത്തൊരു കേസ് ആണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ജോയിന്റ് എന്ന് പറഞ്ഞ ജോയിന്റ് ആയിട്ട് തന്നെ അവിടെ ലീവ് ചെയ്യും. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് ആണ്, അത് നീളത്തിലുള്ള ജോയിന്റുകളാണ്. ഇത്രയും ജോയിന്റുകൾ ഉണ്ടെങ്കിലേ സേഫ് ആയിട്ട് നമുക്ക് സിമെന്റ് കോൺക്രീറ്റ് റോഡിന്റെ സർവീസ് പീരീഡിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചിത്രം നോക്കൂ, ചിത്രത്തിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലെ നീളത്തിലുള്ള ജോയിന്റ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്. പിന്നെ ഇവിടെ ഇത് തന്നെയാണ് ട്രാൻസ്വേഴ്സ് ജോയിന്റ് എന്ന് പറയാം. ഓക്കെ, എക്സ്പാൻഷൻ ജോയിന്റ് ഒരുപാട് നീളം കൂടുമ്പോഴേ കൊടുക്കുള്ളൂ. കോൺട്രാക്ഷൻ ജോയിന്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 4-4.5 മീറ്റർ ആകുമ്പോൾ കോൺട്രാക്ഷൻ ജോയിന്റുകൾ കൊടുക്കേണ്ടി വരും. എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്ത് പോയി കഴിഞ്ഞാൽ 10-40 മീറ്റർ കഴിയുമ്പോഴേ ഏകദേശം നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ് കൊടുക്കാറുള്ളൂ. വാർപ്പിംഗ് ജോയിന്റ് നമ്മൾ കുറുകെ കൊടുക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് ആയിട്ട് തന്നെയാണ് വാർപ്പിംഗ് ജോയിന്റ് ആക്ട് ചെയ്യുന്നത്. Then expansion joint. The purpose of expansion joint is to allow the expansion of the pavement due to the rise in the temperature. Temperature കൂടുമ്പോൾ റോഡ് എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഷൻ അനുവദിക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ജോയിന്റിനെയാണ് എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുക. ഈ എക്സ്പാൻഷൻ ജോയിന്റ് ഒരു ട്രാൻസ്വേഴ്സ് ജോയിന്റ് ആണ്, അതായത് റോഡിന് കുറുകെയുള്ള ജോയിന്റ് ആണ്. എക്സ്പാൻഷൻ ജോയിന്റ് സാധാരണ 20 mm മുതൽ 25 mm വരെയാണ് കൊടുക്കുക, അതായത് 2-2.5 സെന്റിമീറ്റർ ആണ് ഗ്യാപ്പ് കൊടുക്കുക. The load transfers across the transverse joint is carried out through double bar. Double bar ഉപയോഗിച്ചിട്ടാണ് ഈ ജോയിന്റുകളിലെ ലോഡിനെ പരസ്പരം രണ്ട് സ്ലാബുകൾക്കിടയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. The one end of double bar are fixed in concrete and the other end is free to expand. അത് നമുക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. And it is provided at a spacing of 30 cm. 30 cm അകലത്തിൽ നമ്മൾ ഡബിൾ ബാർ കൊടുക്കും. ഈ ചിത്രം നോക്കൂ, ഇതൊരു സ്ലാബിന്റെ എൻഡ് ആണ്, ഇത് മറ്റൊരു സ്ലാബിന്റെ എൻഡ് ആണ്. ഇവ തമ്മിൽ ചേരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ഡബിൾ ബാർ കൊടുക്കും. ഈ ഡബിൾ ബാർ ഒരു സൈഡിൽ ഫിക്സ്ഡും ഒരു സൈഡിൽ ഫ്രീയും ആയിരിക്കും. അപ്പോൾ ഇതിൽ ലോഡ് വരുന്ന സമയത്ത് ഇത് ഡബിൾ ബാറിൽ തട്ടി നിൽക്കും. ഇത് ലോഡ് വരുമ്പോൾ ഇതും, അതായത് ഈ രണ്ട് സ്ലാബിനെയും കൂടി പരസ്പരം ചേർത്ത് പിടിക്കുന്നത്, അവിടുത്തെ ലോഡിന്റെ ട്രാൻസ്ഫറിനെ സഹായിക്കുന്നത് ഈ ഡബിൾ ബാറുകളാണ്. ഈ ഡബിൾ ബാർ ഏകദേശം 30 സെന്റിമീറ്റർ ഒരടി ഗ്യാപ്പിൽ ഈ സ്ലാബ് ജോയിന്റ് ചെയ്യുന്നിടത്ത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ട് സ്ലാബിന്റെ കഷ്ണത്തിന്റെ ജോയിന്റ് വരുന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ലോഡിനെ പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന, അല്ലെങ്കിൽ ലോഡിന്റെ ട്രാൻസ്ഫറിനെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന ബാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ബാർ ആണ്. ആൻഡ് ഡബിൾ ബാറിന്റെ ഒരു എൻഡ് ഫിക്സ്ഡും ഒരു എൻഡ് ഫ്രീയും ആയിരിക്കും. ഈ ഡബിൾ ബാർ കൊടുക്കുന്നത് സ്ലാബിന്റെ കറക്റ്റ് മിഡിലായിരിക്കും. ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ h/2 നമ്മൾ ഈ എക്സ്പാൻഷൻ ജോയിന്റ് ഡബിൾ ബാർ കൊടുക്കുക. അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ എക്സ്പാൻഷൻ ജോയിന്റ് ഇങ്ങനെ പല രീതിയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിങ്ങനെ കോർത്ത് ഇണക്കി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഇതിന്റെ മുകളിലൂടെ പോകുമ്പോൾ എന്ത് വരരുത്, അത് ചാടുന്ന ശബ്ദം വരരുത്. അപ്പൊ നമ്മൾ പാലത്തിലൂടെ കയറി പോകുന്ന സമയത്ത് പലപ്പോഴും വാഹനം ഒരു കിടുങ്ങുന്ന ഒരു പ്രശ്നം വരും ഈ ജോയിന്റ് വരുന്ന സ്ഥലത്ത്. അപ്പൊ ആ പ്രശ്നത്തിന് കാരണം അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള സൊല്യൂഷൻ ആണ് ഇങ്ങനെ ഒരു കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഷേപ്പ് കൊടുക്കുക. അപ്പൊ വണ്ടിയുടെ ടയർ ഒരിക്കലും ഒരു ഗർത്തത്തിൽ ചാടുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയൽ സൊല്യൂഷൻ ആണ് എക്സ്പാൻഷൻ ജോയിന്റിൽ വാഹനങ്ങളുടെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട്. ഇതും അതേപോലെ ഒരു എക്സ്പാൻഷൻ ജോയിന്റ് ആണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഗ്യാപ്പ് ഇവിടെ വർദ്ധിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യും. പിന്നെ അങ്ങനെയാണ് ആ വ്യത്യാസം വരുന്നത്. എക്സ്പാൻഷൻ വരുന്ന സമയത്ത് ഈ ഗ്യാപ്പ് കുറയും, എക്സ്പാൻഷൻ കുറയുന്നതിനനുസരിച്ചിട്ട് ഈ ഗ്യാപ്പ് കൂടി വരും. ഇത് മറ്റൊരു പിക്ചറാണ്. ഓക്കെ, നമ്മളൊക്കെ ഗവൺമെന്റിന്റെ എഞ്ചിനീയർ ആയിട്ട് വരുന്ന സമയത്ത് പാലത്തിലൊക്കെ പരമാവധി ഇങ്ങനത്തെ ജോയിന്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക, സോ ദാറ്റ് ട്രാഫിക്കിനെ നമുക്ക് സ്മൂത്തൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പല ഷേപ്പിലുള്ള ജോയിന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ലോകത്ത്. ഇത് നമ്മളെ ഏറ്റവും പെരിഫറിയിലുള്ള സർഫേസ് ആണ് കേട്ടോ ഇങ്ങനെ ആക്കുന്നത്. ഇനി വാട്ട് ഈസ് കോൺട്രാക്ഷൻ ജോയിന്റ്? കോൺട്രാക്ഷൻ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പെർമിറ്റ് ദ കോൺട്രാക്ഷൻ ഓഫ് ദ സ്ലാബ്. നമ്മൾ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങുക അല്ലെ. എപ്പോഴെങ്കിലും തണുത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് നല്ല തണുപ്പ് വന്നു എന്ന് വിചാരിക്കുക,
അപ്പോൾ നമ്മുടെ സ്ലാബിൻ്റെ വോളിയം കുറയാൻ ശ്രമിക്കും. അപ്പോൾ ഒരു കോൺട്രാക്ഷൻ സംഭവിക്കും, ചുരുങ്ങും. ഈ ചുരുങ്ങുന്ന സമയത്ത് ഈ പിന്നെ സ്ലാബിൽ പൊട്ടൽ വരാൻ സാധ്യതയുണ്ട്. പൊട്ടൽ വന്ന് പലതും പല കഷ്ണങ്ങളായിട്ട് ചുരുങ്ങുക ചെയ്യുക. അപ്പോൾ ആ ചുരുങ്ങുമ്പോൾ ഉണ്ടാവുന്ന പൊട്ടൽ നമ്മൾ ഉദ്ദേശിച്ചിടത്തല്ല പൊട്ടുക. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ പൊട്ടലിനെ ലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഉദ്ദേശിച്ചിടത്ത് ക്രാക്ക് വന്നാൽ കുഴപ്പമില്ലെങ്കിൽ അവിടെ നമ്മളൊരു ജോയിന്റ് ഇട്ട് കൊടുക്കും. ആ ജോയിന്റിനെയാണ് കോൺട്രാക്ഷൻ ജോയിന്റ് എന്ന് പറയുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഓവറായിട്ട് ചുരുങ്ങുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് ബ്രേക്ക് വന്നോളും. അതല്ലെങ്കിൽ റോഡിന് കുറുകെ തോന്നിയോടത്തൊക്കെ പൊട്ടൽ വരും. അപ്പോൾ കോൺട്രാക്ഷൻ ജോയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അഡ്വാൻറ്റേജ്? എപ്പോഴെങ്കിലും റോഡ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, ചുരുങ്ങുന്ന സമയത്ത് ആ ബ്രേക്ക് വരാതെ അത് ഈ ജോയിന്റിൽ മാത്രം സംഭവിക്കും. ഒക്കെ നമുക്ക് പിന്നെ റോഡിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. The purpose of contraction joint is to permit the contraction of the slab. It is placed closer than expansion joint. Expansion joint എന്ന് പറഞ്ഞാൽ 10-40 മീറ്റർ വരുമ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ കോൺട്രാക്ഷൻ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്തടുത്ത് ഉണ്ടാവും. ഏകദേശം 4.5 മീറ്റർ സ്പേസിങ്ങിൽ നമുക്ക് കോൺട്രാക്ഷൻ ജോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ RCC സ്ലാബ് ഓഫ് തിക്നെസ് 20 സെന്റിമീറ്റർ, സ്പേസിങ് ഏകദേശം 14 മീറ്റർ ആയിരിക്കും കോൺട്രാക്ഷൻ ജോയിന്റിന് വരുന്നത്. അതായത് 20 സെന്റിമീറ്റർ തിക്നെസ് ആയിട്ടുള്ള ഒരു സ്ലാബ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം 14 മീറ്റർ ഗ്യാപ്പിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക? കോൺട്രാക്ഷൻ ജോയിന്റ് കൊടുക്കുക. എപ്പോൾ? ഇഫ് ഇറ്റ് ഈസ് RCC, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ. അത് സാധാരണ PCC ആണെന്നുണ്ടെങ്കിൽ 4.5 മീറ്ററിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? കോൺട്രാക്ഷൻ ജോയിന്റ് കൊടുക്കേണ്ടി വരും. RCC ആകുമ്പോൾ സ്റ്റീൽ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി കോൺട്രാക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ PCCയിൽ അങ്ങനെ സ്റ്റീൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കോൺട്രാക്ഷൻ ജോയിന്റ് കൊടുക്കേണ്ടി വരും. ആൻഡ് ദ സ്പേസിംഗ് ഈസ് 4.5 മീറ്റർ. ആൻഡ് ഇൻ കേസ് ഓഫ് RCC ഇറ്റ് ഈസ് 14 മീറ്റേഴ്സ്. 4 ഇരട്ടിയോളം നമുക്ക് സ്പേസിങ്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ജോയിന്റ്സ് ആർ വെരി ക്ലോസ് സ്പേസിങ്, വളരെ ചെറിയ ജോയിന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ഭാഗം വരെ ഈ ജോയിന്റ് കട്ടിങ് ഉണ്ടാവില്ല, കുറച്ച് ചെറിയ പോർഷൻ മാത്രമേ ഈ കട്ടിങ് ഉണ്ടാവുള്ളൂ. ഇത് ലോഡ് ട്രാൻസ്ഫർ വരുന്നത് ഇന്റർലോക്കിംഗ് ഓഫ് അഗ്രിഗേറ്റ് വഴിയാണ്. അപ്പോൾ ഈ പിക്ചർ നോക്കൂ. അപ്പോൾ നമ്മൾ രണ്ട് സ്ലാബിന്റെ കോൺട്രാക്ഷൻ ജോയിന്റ് വരുന്ന സ്ഥലത്ത് ഇവ തമ്മിലുള്ള സ്പേസിങ് വളരെ കുറവാണ്. ഒരു ചെറിയ ഒരു മൈന്യൂട്ട് ക്രാക്ക് ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. മേലെ കുറച്ചും കൂടെ സ്പേസിൽ നമ്മളൊരു ഗ്യാപ്പ് വിടും, ഒരു ഗ്രൂവ് വിടും. ആ ഗ്രൂവിൽ നമ്മൾ ഫില്ലർ മെറ്റീരിയൽ ഫില്ല് ചെയ്യും. എന്നിട്ട് ഇവ തമ്മിൽ ഒരു ചെറിയ ഒരു ബാർ തമ്മിൽ കണക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് കോൺട്രാക്ഷൻ ജോയിന്റ് വരുന്നത്. മറ്റേ കേസിൽ, എക്സ്പാൻഷൻ ജോയിന്റിന്റെ കേസിൽ ഒരു സൈഡ് ഫിക്സ്ഡും മറ്റേ സൈഡ് ഫ്രീ ആയിരുന്നു. ഇവിടെ രണ്ട് സൈഡും ഫിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. രണ്ട് സൈഡിലും ഫുൾ ബോണ്ടിങ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് കോൺട്രാക്ഷൻ ജോയിന്റ്. ഈ നടുക്കൂടി പോണതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്. ഇതാണ് കോൺട്രാക്ഷൻ ജോയിന്റ്, കുറുകെ വരുന്നത്. Then what is warping joint? The purpose is to relieve the stress due to warping. Warping എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റോഡിന്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തും രണ്ട് ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അവിടെ വാർപ്പിംഗ് ഔട്ടും വാർപ്പിംഗ് ഇന്നും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എവിടെയാണ് ടെമ്പറേച്ചർ കൂടുതലുള്ളത് അവിടെ എക്സ്പാൻഡ് ചെയ്യുകയും, എവിടെയാണ് ടെമ്പറേച്ചർ കുറവുള്ളത് അവിടെ കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു കപ്പ് ഷേപ്പിലാവാൻ, ഒരു ഇൻവേർട്ടഡ് കപ്പ് ആവാനൊക്കെ, ആ ഷേപ്പിലേക്ക് റോഡ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന, ആ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ജോയിന്റ് ആണ് വാർപ്പിംഗ് ജോയിന്റ്. അതിനെ ഹിഞ്ച്ഡ് ജോയിന്റ് എന്നും പറയാറുണ്ട്. പിന്നെ എക്സ്പാൻഷൻ ജോയിന്റും കോൺട്രാക്ഷൻ ജോയിന്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാർപ്പിംഗ് ജോയിന്റ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. കൺസ്ട്രക്ഷൻ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എവിടെയാണോ പണി നിർത്തുന്നത് അവിടെ കൊടുക്കുന്ന ജോയിന്റ് ആണ് കൺസ്ട്രക്ഷൻ ജോയിന്റ്. പിറ്റേന്ന് ആ ജോയിന്റ് മുതലാണ് അടുത്ത പണി മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുക. Its purpose is to facilitate the construction. കൺസ്ട്രക്ഷനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ഷൻ ജോയിന്റുകൾ കൊടുക്കുന്നത്. It is provided where the work of concrete placing is terminated. എവിടെയാണ് കോൺക്രീറ്റ് പണി അവസാനിക്കുന്നത് അവിടെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ജോയിന്റ് കൊടുക്കുന്നത്. Commonly the work is terminated at expansion joints. Normally വർക്ക് പരമാവധി എക്സ്പാൻഷൻ ജോയിന്റ്സിന്റെ അവിടെ തന്നെ കൊണ്ടുപോയി അവസാനിപ്പിക്കാൻ നോക്കും. സോ നമ്മൾ വേറൊരു അഡീഷണൽ കൺസ്ട്രക്ഷൻ ജോയിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. Then the expansion joint will itself be the construction joint. ഇനി എങ്ങനെയാണ് സിമെന്റ് കോൺക്രീറ്റ് റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ആദ്യം നമ്മൾ സബ്ഗ്രേഡ് സെറ്റ് ചെയ്യണം, എന്നിട്ട് ഫോം വർക്ക് കൊടുക്കണം. ഓക്കെ, ഫോം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടടിക്കൂലേ, അതേപോലെ പലകൊക്കെ അടിച്ച് സെറ്റാക്കി വെക്കും. ദെൻ ബാച്ചിങ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മിക്സിങ്. മെറ്റീരിയൽ അളന്നെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ട്രാൻസ്പോർട്ടിങ്, എന്നിട്ട് അത് ലോറിയിലോ RMC പ്ലാന്റിന്നോ നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു. പ്ലേസിങ് ഓഫ് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നു. ദെൻ കോമ്പാക്റ്റിംഗ് ആൻഡ് ഫിനിഷിങ്. അത് നന്നായിട്ട് പിന്നെ വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ട്, അതല്ല ഇനി സർഫേസ് വൈബ്രേറ്റർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമ്പാക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു. ദെൻ ഫ്ലോട്ടിംഗ്, എഡ്ജിങ്, ബെൽറ്റിംഗ് ആൻഡ് ബ്രൂമിങ്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ട് ഉപയോഗിച്ച് പരത്തുകയാണ്. എഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഡ്ജ് കറക്റ്റ് ചെയ്യാണ്. ബെൽറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൈവുഡ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്ന പരിപാടിയാണ്. ബ്രൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂല് പോലെയുള്ള സാധനം ഉപയോഗിച്ചിട്ട് സർഫേസ് ഫിനിഷ് ചെയ്യാണ്.
ക്യൂറിങ് ഓഫ് സിമെന്റ് കോൺക്രീറ്റ്. എന്നിട്ട് ഇത് ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നനഞ്ഞ ക്ലോത്തോ അതല്ലെങ്കിൽ സ്പ്രിംഗ്ലറോ അതല്ലെങ്കിൽ വാട്ടർ ഇറ്റ് സെൽഫ് നമ്മൾ അതിൽ കെട്ടി നിർത്തിയിട്ട് നമ്മളത് ക്യൂർ ചെയ്യാണ്. സോ കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് ഓഫ് സിമെന്റ് കോൺക്രീറ്റ് റോഡ് അങ്ങനെ ചോദിച്ച് കാണാറുള്ള ഒരു ടോപ്പിക് അല്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഒരു ഓർഡർ മാത്രം പഠിച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് മാർക്ക് കിട്ടും. ആദ്യം സബ്ഗ്രേഡ് റെഡിയാക്കുക, ഫോം വർക്ക് ചെയ്യുക, പിന്നെ ബാച്ചിങ് ചെയ്യുക, മിക്സിങ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ഓഫ് കോൺക്രീറ്റ് ചെയ്യുക, കോൺക്രീറ്റിനെ പ്ലേസ് ചെയ്യുക, കോമ്പാക്ട് ചെയ്യുക കോൺക്രീറ്റിനെ, എന്നിട്ട് അതിനെ ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്തതിന് ശേഷം ഫ്ലോട്ടിംഗ്, എഡ്ജിങ്, ബെൽറ്റിംഗ് ആൻഡ് ബ്രൂമിംഗ് എന്നുള്ള 4 പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം സിമെന്റ് കോൺക്രീറ്റിനെ ക്യൂർ ചെയ്യാൻ വിടുക. ഒരു 10-20 ദിവസം സമയം അത് മാക്സിമം ഹാർഡ്നെസ്സിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ലീവ് ചെയ്യാം. അപ്പോൾ അതിൽ ഓരോ സ്റ്റെപ്പുകൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. സബ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ഗ്രേഡ് പ്രിപ്പയർ ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് 2 ഡേയ്സ് കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ തന്നെ നമ്മൾ സബ്ഗ്രേഡ് പ്രിപ്പയർ ചെയ്യുന്നു. സബ്ഗ്രേഡിനെ മോയ്സ്റ്റ് കണ്ടീഷനിലാണ് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോൺക്രീറ്റിലെ വെള്ളം മുഴുവൻ സബ്ഗ്രേഡ് വലിച്ചെടുക്കും. The subgrade and subbase must extend at least 30 cm on either side of the width. Either sides of the width. വിഡ്ത്തിന്റെ 2 ഭാഗത്ത് ഏകദേശം 30 ഒരു അടിയെങ്കിലും കൂട്ടി വേണം സബ്ഗ്രേഡ് സബ്ബേസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലെയാണ് നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യേണ്ടത്. അവിടെ ഫോം വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അത്രയും ഡെപ്തിൽ നമുക്കിത് പോവേണ്ട. സോ നമ്മൾ ലെങ്തി ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് സ്കിപ്പ് ചെയ്യാണ്. യു ക്യാൻ റീഡ് ദീസ് പോയിന്റ്സ്. ക്യൂറിങ്ങിൻ്റെ കേസിൽ പിന്നെ ഫിനിഷ്ഡ് സർഫേസ് ഈസ് കവേർഡ് വിത്ത് വെറ്റ് കോട്ടൺ ഓർ ജൂട്ട് മാറ്റ്. നമ്മൾ സാധാരണ ചാച്ചാക്കോ അതല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തോ വെച്ചിട്ട് നനച്ചിട്ട് കവർ ചെയ്യാണ് ചെയ്യുക 24 മണിക്കൂറിന്. പിന്നെ അപ്പോൾ ആവശ്യത്തിന് ഹാർഡ്നെസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ബൺസ് ആർ മെയ്ഡ് വിത്ത് ക്ലേ ഓർ സോയിൽ. ബണ്ടാണ് ശരിക്കും. ആൻഡ് സോയിൽ ഇൻ സ്ക്വയേഴ്സ് ആൻഡ് വാട്ടർ ഈസ് ഫ്ലഡഡ് ഓവർ ദ സർഫേസ്. നമ്മൾ സ്ലാബിലൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ ബണ്ടുകൾ ഉണ്ടാക്കി അതിൽ വെള്ളം നിറക്കുകയാണ് ചെയ്തത്. ഓർ ആൻ ഇംപർവിയസ് ലെയർ ഈസ് പ്രൊവൈഡഡ് ടു പ്രിവെൻറ്റ് ഇവാപറേഷൻ. ചില സ്ഥലങ്ങളിൽ ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ഇങ്ങനത്തെ ഒരു വാട്ടർ സർഫേസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തൊരു ഇംപർവിയസ് കോട്ടിങ് കൊടുക്കും. അപ്പോൾ അതിൽ നിന്നും വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പുറത്തു പോകില്ല. അവിടെയുള്ള വെള്ളം എപ്പോഴും അവിടെ തന്നെ നിലനിൽക്കും. ആവശ്യത്തിന് പിന്നെ അതിൻ്റെ ഹൈഡ്രേഷൻ റിയാക്ഷൻ ആവശ്യമുള്ള വെള്ളം എടുക്കുന്നു എന്നല്ലാതെ വെള്ളം അതിന് എവാപറേറ്റ് ചെയ്ത് പോകില്ല. എനിവേ നമ്മൾ പ്രധാനപ്പെട്ട കോൺക്രീറ്റ് റോഡിൻ്റെ കൺസ്ട്രക്ഷനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്കുകൾ മാത്രമാണ് ഞാൻ പിന്നെ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് എന്നാലും അതിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എന്താണ് ഈ കോൺക്രീറ്റ് റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്നല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.